സോഫ്റ്റ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിനെ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റേഴ്സ് ടെക് സ്റ്റോക്കുകളിൽ മികച്ച ബൈയിങ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഇൻഡെക്സായ നാസ്ഡാക്ക് 1.26% ഉയർന്നു. കഴിഞ്ഞ ദിവസം S&P 0.39%, ഡോ ജോൺസ് ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ യൂറോപ്യൻ ഇൻഡിസസുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. ഡാക്സ് 0.81% ഇടിയുകയും CAC 0.58% ഇടിയുകയും ഫട്സെ 0.11% ഇടിയുകയും ചെയ്തു. ഇന്നത്തെ ദിവസവും ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസാണ് കാണുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്തിട്ടും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ഉയർന്ന ബൈയിങ് മൊമെൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി 183 പോയിന്റ് ഉയർന്ന് 23,721 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം 1,175 കോടിയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 149 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് സാങ്കി ഇൻഡസ്ട്രീസ്. അംബുജ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അംബുജ സിമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സാങ്കി ഇൻഡസ്ട്രീസിൽ പ്രൊമോട്ടേഴ്സ് 3.52% സ്റ്റേക്കുകൾ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന അപ്ഡേറ്റ്. സാങ്കി ഇൻഡസ്ട്രീസിൻ്റെ 84% സ്റ്റേക്കും അംബുജ സിമെൻ്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അംബുജ സിമെൻറ്റും രവി സാങ്കി എന്ന ഇൻവെസ്റ്ററും ചേർന്നാണ് 3.52% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യുന്നത്. അംബുജ സിമെൻറ്റ് 2.36%, രവി സാങ്കി 1.16% സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ 90 രൂപ പെർ ഷെയർ എന്ന പ്രൈസിൽ ഓഫ്ലോഡ് ചെയ്യും. സാങ്കി ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 102 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു. NTPC 12,000 കോടി രൂപയുടെ ഫണ്ട് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് ഫൈനൽ അപ്രൂവൽ ലഭിക്കുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ജൂൺ 29 വിളിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്ക് എന്ന REITയും 650 കോടി രൂപ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും ബോണ്ട് ഇഷ്യൂ ചെയ്ത് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോപ്പുലർ വെഹിക്കിൾ ആൻഡ് സർവീസസ് എന്ന കമ്പനിക്ക് തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ഒരു കോഷൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ബോറോസിലിൻ്റെ QIPയിൽ 180 കോടി രൂപയുടെ QIPയിൽ 318 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിസ്കൗണ്ട് പ്രൈസിലാണ് ബോറോസിൽ ഷെയറുകൾ ലഭിക്കുന്നത്. ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും 55 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കോമ്പോസിറ്റ് സിലിണ്ടർ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും ടൈം ടെക്നോപ്ലാസ്റ്റിന് ലഭിച്ചത്. ഗുൽഷൻ പോളിയോളിക്സ് എന്ന കമ്പനി 280 കിലോ ലിറ്റർ പെർ ഡേ കപ്പാസിറ്റിയുള്ള എത്തനോൾ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു. ആസാമിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ച ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തേത് പൈസാലോ ഡിജിറ്റൽ. പൈസാലോ ഡിജിറ്റലിൻ്റെ 31.18 ലക്ഷം ഷെയറുകളാണ് പ്രൊമോട്ടർ ജൂൺ 25 ഓഫ്ലോഡ് ചെയ്തത്. ടൈഡ് വാട്ടർ ഓയിൽ എന്ന കമ്പനിയുടെ 2.47 ലക്ഷം ഷെയറുകൾ പ്രൊമോട്ടർ ജൂൺ 24 ഓഫ്ലോഡ് ചെയ്തു. SW റിന്യൂവബിൾ എനർജി എന്ന കമ്പനിയുടെ 32,000 ഷെയറുകൾ കഴിഞ്ഞ ദിവസം പ്രൊമോട്ടർ ഓഫ്ലോഡ് ചെയ്തിരുന്നു. ഗ്രാവിറ്റ ഇന്ത്യയുടെ 14 ലക്ഷം ഷെയറുകളാണ് പ്രൊമോട്ടർ ജൂൺ 21 ഓഫ്ലോഡ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.